ഓഫീസ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഇന്നോവയ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് നമ്മുടെ ചേലക്കരയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നിയർ ചേലക്കര പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് സേവ് മാർട്ട് സൂപ്പർ മാർക്കറ്റ്. ചെറുതുരുത്തി സ്കൂളിന് സമീപത്തെ വെള്ളക്കെട്ട് 50 മീറ്റർ ഭാഗത്ത് കട്ടവിരിക്കൽ പ്രവൃത്തികൾക്ക് തുടക്കം. വർഷങ്ങളായി മഴക്കാലങ്ങളിൽ രൂക്ഷമായി വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ തൃശൂർ-ഷൊർണൂർ സംസ്ഥാന പാതയിൽ പുതിയ പരീക്ഷണവുമായി PWD നിരത്ത് വിഭാഗം. ഏകദേശം 50 മീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് കട്ട, പേവർ ബ്ലോക്ക് വിരിക്കുന്ന പ്രവൃത്തികളാണ് നിലവിൽ നടക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ അധികൃതർ വിവിധ പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും കാര്യമായ ഫലം കണ്ടില്ല. കഴിഞ്ഞ മഴക്കാലത്തിന് ശേഷം റോഡിന്റെ ഒരു വശത്ത് മെറ്റൽ നിറച്ച് വെള്ളം കെട്ടിനിൽക്കുന്നത് തടയാനുള്ള ശ്രമവും നടത്തിയിരുന്നു. എന്നാൽ മഴ വീണ്ടും ശക്തമായതോടെ വെള്ളക്കെട്ട് തുടരുകയും വിരിച്ച മെറ്റൽ അടർന്നു പോകുകയും ചെയ്തതായി പ്രദേശവാസികൾ പറയുന്നു. ഇതിനെ തുടർന്നാണ് റോഡിന്റെ സമീപഭാഗം 2 JCB ഉപയോഗിച്ച് കുഴിച്ച് മണ്ണ് മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത്. ഈ പ്രവർത്തനങ്ങൾ 50 മീറ്റർ ഭാഗത്ത് കോൺക്രീറ്റ് കട്ടവിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമാണെന്ന് PWD അധികൃതർ അറിയിച്ചു. പുതിയ പരീക്ഷണത്തിലൂടെ വെള്ളക്കെട്ടിന് പരിഹാരമാകുമോ എന്നാണ് അധികൃതർ വിലയിരുത്തുന്നത്. എന്നാൽ പ്രശ്നത്തിന് സ്ഥിര പരിഹാരം റോഡ് വീണ്ടും പൊളിക്കുന്നതല്ലെന്നും റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ചാലുകൾ വൃത്തിയാക്കി മഴവെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് റോഡ് വീണ്ടും പൊളിക്കുന്നതിന് പകരം ആദ്യം 2 വശങ്ങളിലുമുള്ള ചാലുകൾ വൃത്തിയാക്കി വെള്ളം പുറത്തേക്ക് ഒഴുകാനുള്ള സംവിധാനം ഒരുക്കിയാൽ വെള്ളക്കെട്ട് ഒഴിവാക്കാമെന്ന് ബസ് ഡ്രൈവറും നാട്ടുകാരനുമായ ഗഫൂർ പറഞ്ഞു. അവിടെ ആകെ പ്രശ്നങ്ങളാണ്. അതായത് വണ്ടികളെല്ലാം ജാമായി മറ്റുള്ള വണ്ടികൾക്ക് പോവാതിരിക്കാനും മറ്റുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോൾ വീണ്ടും അത് അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്. അത് സൈഡിൽ ചാലുകളില്ലാതെ ഒരിക്കലും അവിടെ നന്നാവില്ല. സൈഡിൽ അവിടെ തന്നെ ആയാലും അവിടെ ഒരു ചാല് വേണം, അല്ലാതെ ഒരിക്കലും നടക്കില്ല. അല്ലെങ്കിൽ അത് അപകടങ്ങളിലേക്ക് തന്നെ പോകുള്ളൂ. അത് വേണ്ടപ്പെട്ട അധികാരികൾ, ഈ പഞ്ചായത്തായാലും ശരി, PWD ആയാലും അത് വേണ്ടപ്പെട്ട കാര്യങ്ങൾ നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാനൊരു ബസ്സിലെ ഡ്രൈവറാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ചെറുവണ്ടിക്കാരും മറ്റുള്ള ആൾക്കാരും പല രീതിയിൽ വണ്ടി ഓടിച്ചാറുകൊണ്ട് അപകടങ്ങൾ കണ്ടമാനം ഉണ്ടാകുന്നുണ്ട്. അത് എൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ അത് എന്തെന്നായാലും സൈഡിൽ കൂടെ ഒരു ചാലൊക്കെ വെച്ച് അത് നല്ല രീതിയിൽ ഇപ്പോൾ അത് പൈസ ഉണ്ടാക്കാൻ ഇപ്പം തന്നെ ഇത് മറ്റേ എല്ലാം കുഴിച്ച് ഉണ്ടാക്കി മറ്റേ എന്താ പറയുക അതിൻ്റെ വിരിക്കുന്ന സാധനം സൈഡിൽ കൂടെ ഉണ്ടാക്കാതെ ഒരിക്കലും നടക്കില്ല. ന്യൂസ് ഡെസ്ക് CCV. നിങ്ങൾ അറിഞ്ഞില്ലേ, റോയൽ ജാക്ക്പോട്ട് സെയിൽ തുടങ്ങി. ഇത്തവണ നമുക്ക് റോയൽ നിന്നായാലോ? ടാറ്റ ടിയോഗക്കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, ഡബിൾ ഡോർ ഫ്രിഡ്ജ്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ തീർന്നിട്ടില്ല, ഒരു മലേഷ്യൻ ട്രിപ്പും കൂടി ഉണ്ട്. അപ്പൊ സമയം കളയേണ്ട, ഈ ഓഫർ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ. ഈ ഓണത്തിന് സമ്മാനങ്ങൾ സ്വന്തമാക്കൂ റോയലിനൊപ്പം.